ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലാണ്. ശരിക്കും ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ താരെ കണ്ടു കാണും. ഇവിടുത്തെ NFSU നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2023-2024 കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടും അതുകൂടാതെ ഈ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ടുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴേക്കും വേൾഡിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ഫോറൻസിക് ഫീൽഡിൽ. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് 78ഓളം കോഴ്സസ് ഞാനിപ്പോൾ പഠിക്കുന്ന മെയിനായിട്ടുള്ള ഗാന്ധിനഗർ ക്യാമ്പസ്, ഗുജറാത്തിലെ ഗാന്ധിനഗർ എന്നിരിക്കുന്ന ഈ ഒരു മെയിൻ ക്യാമ്പസിലുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴേക്കും ഫോറൻസിക് ഫീൽഡിൽ സ്പെഷ്യലൈസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഓരോ കോഴ്സിൻ്റെയും പ്രത്യേകത. അത് അല്ലാതെയുള്ള കോഴ്സസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ പഠിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയാണ്. അത് സ്കൂൾ ഓഫ് ഫാർമസിയുടെ കീഴിലാണ് വരുന്നത്. ഓൾമോസ്റ്റ് 9 സ്കൂളുകൾ ശരിക്കും ഇവിടെയുണ്ട്. ആ 9 സ്കൂളുകളുടെ കീഴിലാണ് ഓൾമോസ്റ്റ് ഇത്രയും ഒരു 10-60ഓളം കോഴ്സ് വരുന്നത്. സോ ഇവിടുത്തെ പറ്റി എന്ന് പറയുമ്പോഴേക്കും ഇതൊരു നാഷണലൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. കഴിഞ്ഞ 9 വർഷമാണ് ഇത് നാഷണലൈസ്ഡ് ആക്കി മാറ്റിയതിന് ശേഷം ഇത് ശരിക്കും ഹോം ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി വരുന്നത്. ഡയറക്റ്റ് അമിത്ഷായുടെ ഹോം ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു കോളേജ് വരിക. സോ ഈ ഒരു കോളേജിൻ്റെ മെയിൻ ക്യാമ്പസ് ഗാന്ധിനഗറിലും അത് കൂടാതെ കുറച്ച് സബ് ക്യാമ്പസുകളും ഉണ്ട്. സബ് ക്യാമ്പസുകൾ എന്ന് പറയുമ്പോഴേക്കും ത്രിപുരയിലുണ്ട്, ഗോവയിലുണ്ട്, ഡൽഹിയിലുണ്ട്. ബാക്കിയുള്ള ക്യാമ്പസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലായിട്ട്. നിലവിൽ 8 ക്യാമ്പസാണ് ഉള്ളത്. അതിൽ 4 കറൻറ്റ്ലി വർക്കിംഗ് ആണ്. മെയിൻ ക്യാമ്പസ് ഇവിടെയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഇവിടുത്തെ പറ്റിയിട്ടുള്ള അഡ്മിഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 29-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ പല കോഴ്സുകൾക്ക് വേണ്ടിയിട്ടും മെയിനായിട്ടും ഇവിടെ കൂടുതൽ പ്ലേസ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. മെയിനായിട്ട് പ്ലേസ്മെൻറ്റ് നടക്കുന്ന ഏരിയാസ് എന്ന് പറയുമ്പോഴേക്കും BTech MTechനും അത് കൂടാതെ MBAക്ക് ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് ഉള്ളത്. ബാക്കിയുള്ള കോഴ്സസിനും പ്ലേസ്മെൻറ്റ് ഉണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി കൂടുതൽ ഈ കോഴ്സസിനൊക്കെയാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്നത് സ്കൂൾ ഓഫ് ഫാർമസിയാണ്. സ്കൂൾ ഓഫ് ഫാർമസിയുടെ കീഴിൽ നമുക്ക് മെയിനായിട്ട് 5 കോഴ്സസാണ് ഉള്ളത്. MPharmൽ തന്നെ മെയിനായിട്ട് 3 സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴേക്കും ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ്, അതെന്ന് പറയുമ്പോഴേക്കും PCI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അത് കൂടാതെ ബാക്കി 2 എന്ന് പറയുമ്പോഴേക്കും ഫോറൻസിക് ഫാർമസിയാണ്. ഫോറൻസിക് ഫാർമസി ഇൻ സ്പെഷ്യലൈസേഷൻ ഫാർമക്കോളജിയും ടോക്സിക്കോളജിയും വരുന്നുണ്ട്. സ്പെഷ്യലൈസേഷൻ ഇൻ NDDSും വരുന്നുണ്ട്. അത് കൂടാതെയുള്ളതെന്ന് പറയുമ്പോഴേക്കും MSc കെമിസ്ട്രിയാണ്. MSc കെമിസ്ട്രിയിൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നത്. സ്പെഷ്യലൈസേഷൻ ഇൻ ഫോറൻസിക്കൽ അനലിറ്റിക്കൽ ഫീൽഡ്. അത് കൂടാതെയുള്ളത് MSc എൻവയോൺമെൻറ്റൽ സയൻസ്. ഈ 5 കോഴ്സസാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരിക. അതല്ലാതെ ബാക്കിയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് അനുസരിച്ചിട്ട് ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ കോഴ്സസിനെ പറ്റിയിട്ടും ഏതൊക്കെ ക്യാമ്പസിലാണ് ആ കോഴ്സസ് ഉള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യം, എന്താണ് താല്പര്യം, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തൊക്കെ ഡൗട്ടുകളുണ്ടോ എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടി ഓൾവേസ് ഓപ്പൺ ആണ് 24/7. സോ ഓൾവേസ് ബി വെൽക്കം ടു ആസ്ക് ക്വറീസ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ബാക്കി ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ കൊടുക്കുന്നതായിരിക്കും.